എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാനിന്ന് ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒബിയോടൊപ്പമാണ്. ഇന്ന് ഒബിയുടെ വീട്ടിൽ വരാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കാണാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ഈരാറ്റുപേട്ടയുമായിട്ട് കുറേ നാളത്തെ നല്ല ഒരു ബന്ധമുണ്ട്. ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു കാലഘട്ടം മുതൽ ഈ ഒരു നാട്ടുകാരുമായി പ്രത്യേകിച്ച് ഒബിയുടെ നേതൃത്വത്തിലൊക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഈ ദേശത്തുണ്ട്. ഈ കാലഘട്ടം നമ്മളൊക്കെ നേരിടുന്ന ഒരു വലിയ വിപത്ത് എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സിലുള്ള സങ്കുചിതമായ ചിന്തകൾ അത് കൂടി വരുന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. തീർച്ചയായും ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ നോമ്പ് ആചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ മതങ്ങളും നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നന്മയുടെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളാണ്. എല്ലാ മതധാരകളും എല്ലാ മത നേതാക്കന്മാരും എല്ലാ ദൈവസങ്കല്പവും വിരൽ ചൂണ്ടുന്നത് മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളിലേക്കാണ്. അപ്പോൾ തീർച്ചയായും ഈ നോമ്പുകാലം ഒരു അനുഗ്രഹത്തിൻ്റെ കാലമാകട്ടെ. ഇന്ന് ഈ വീട്ടിൽ വന്ന് ഇവരോടൊപ്പമായിരിക്കാൻ, ഇവിടെ ഈ ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കാൻ, നോമ്പുതുറ എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ തീർച്ചയായും ഇന്ന് ഇവിടെ വന്ന് ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ എന്നെ വിവിധ ഇടങ്ങളിൽ ഈ ഒരു മാധ്യമത്തിലൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രമല്ല, ക്രൈസ്തവർക്ക് മാത്രമല്ല, മനുഷ്യ സമൂഹത്തോട് എനിക്ക് പറയാനുള്ള ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരു ലോകത്തിന് കേരളം സമ്മാനിച്ച ഒരു വലിയ നവോത്ഥാന നായകനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. എന്ന് പറയുമ്പോൾ അതിന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് സാങ്കത്യമുണ്ട്. ഒരുപാട് മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ മനുഷ്യൻ മല്ലടിക്കുമ്പോൾ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസിനെ കണ്ടവരാണ് കേരളം. പ്രകൃതി ദുരന്തങ്ങൾ അനുഭവത്തിലൂടെ വന്നപ്പോൾ ജാതിയും മതവും ഒന്നും നോക്കാതെ നമ്മളെല്ലാം തോളോട് തോൾ ചേർന്ന് അതിനെ നേരിട്ടവരാണ്. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഈ ഒരു കൂട്ടായ്മ വേണ്ടത്. മറിച്ച് ജീവിതത്തിൽ നന്മയുടെ കാലഘട്ടത്തിലും ജീവിതത്തിൽ സന്തോഷത്തിന്റെ കാലഘട്ടത്തിലും അന്യനെ ചേർത്ത് നിർത്തുവാൻ, അന്യരോട് ചേർന്ന് ജീവിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കണം. അതിന് പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായവും വലിയ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇസ്ലാം സമുദായവും മുസ്ലിം സമുദായവും നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നോക്കുമ്പോൾ ഇമ്പമുള്ളതാണ് നോമ്പ്, നോക്കുമ്പോൾ അൻപുള്ളതാവണം നോമ്പ് എന്നുള്ളതാണ്. തീർച്ചയായും നോമ്പുകാലം അനുഗ്രഹമാകട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുകയാണ്. മതമുണ്ട്, മതഭ്രാന്തില്ല. വിശ്വാസമുണ്ട്, വിശ്വാസ വൈപരീത്യമില്ല, അല്ലെങ്കിൽ മതഭ്രാന്തില്ല എന്ന് പറയുന്ന ഒരു സമൂഹം, സമുദായം ഈ കാലഘട്ടത്തിൽ വളർന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുകയാണ്. ആർഷഭാരതം ലോക സമുദായത്തിന് അല്ലെങ്കിൽ ലോക സമൂഹത്തിന് നൽകിയ ഒരു വലിയ ആപ്തവാക്യമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. സമസ്ത ലോകത്തിനും എല്ലാ ജനപദങ്ങൾക്കും സുഖവും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹ നമസ്കാരം.